കണ്ണു തുറന്നു നോക്കിയ ദേവു കണ്ടത് മുൻപിൽ സകലതും കത്തിക്കാൻ പാകത്തിന് കണ്ണുകളിൽ അഗ്നിയാട്ടി നിൽക്കുന്ന ഭൈരവിനെയാണ്. തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാനായി തുനിഞ്ഞതും ആ കൈകൾ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. പിൻഭാഗം കണ്ടപ്പോൾ അത് ആഹിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവൾ അവനോടൊപ്പം നടന്നു. ഒരു കാര്യം, എന്ത് കാര്യമുണ്ടെങ്കിലും അത് എന്നോട് മതി, ഇവളോട് വേണ്ട. പിന്നെ അനാവശ്യമായി എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അത് പറ്റില്ലല്ലോ മോനെ. നിന്നെ വളർത്തി വലുതാക്കി ഇത്രയും നല്ലൊരു നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ഏതൊരു കാര്യത്തിലും ഇടപെടാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്തു പറയുന്നോ അതായിരിക്കും നീ ഇനി ചെയ്യേണ്ടത്. ഭൈരവ് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ ആഹിം അമ്മയോടും പപ്പയോടും ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഇതാദ്യമായി കേൾക്കുന്നത് കൊണ്ട് തന്നെ പല സംശയങ്ങളും ഉണ്ടായി, സിദ്ധുവിനൊഴികെ. പപ്പ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന്. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ കൈകളെ ചേർത്ത് പിടിച്ചിരുന്നു. തലയുയർത്തി നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ആഹിർ ഭൈരവ് എന്ന നീ ഞങ്ങളുടെ മകനാണെങ്കിൽ ഇവളെ കൊണ്ട് കളഞ്ഞിരിക്കും. ഇത് ഭൈരവിൻ്റെ വാക്കാണ്, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവുവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് ആഹി മുകളിലേക്ക് ഓടിക്കയറി പോകുന്നത് എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നു. ഡി ഒരുമ്പെട്ടവളെ, നീ ഞങ്ങളുടെ മോനെ ഞങ്ങൾക്കെതിരെ നിർത്തിയല്ലേ? നിന്റെ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാടി. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയേ വന്നേക്കുന്നേ. ഇനി നിന്നെ ഇവിടെ സുഖിച്ചു വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാടി ഇവിടെ. അതും പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കൈ പിടിച്ച് പോകാനൊരുങ്ങിയ അവരെ അബി തടഞ്ഞു. ആൻറ്റി, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. മാറി നിൽക്ക് അബി. നിങ്ങളെയൊക്കെ ഇത്രയും നാൾ വിശ്വസിച്ചില്ലേ? ഇനി അതുണ്ടാവില്ല. ആൻറ്റി, ഞങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അബി, മാറി നിൽക്ക്. അവർ അവളോടായി ചീറി. പിന്നെയും ദേവുവിൻ്റെ കൈപിടിച്ച് നടക്കാനൊരുങ്ങിയ അവർ വലിയൊരു ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കി. പുറകിലൊരു വലിയ ഫ്ലവേഴ്സ് പൊട്ടിത്തെറിച്ച് കിടക്കുന്നു. അതിനടുത്തായി ആഹിയും. മമ്മ, അവളെ അങ്ങ് വിട്ടേക്ക്, ഷീ ഈസ് മൈൻ. ഞെട്ടി എല്ലാവരും. ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായത് ദേവുവിലായിരുന്നു. എന്നാൽ മുഖം ഉയർത്തിയതേയില്ല. ഓഹോ, അതിനു വേണ്ടി മാത്രം ആരോടാ നിനക്കിവൾ? ഭൈരവ് അവനോടായി കയർത്തു. ഐ ടോൾഡ് യു വൺ ടൈം, ഷീ ഈസ് മൈൻ. അവളുടെ ദേഹത്ത് തൊടാൻ പോലും എൻ്റെ അനുവാദം വേണം. ഒരു പുച്ഛത്തോടെയാണ് അവനത് പറഞ്ഞത്. നിന്നെ ഇത്രയും നാൾ വളർത്ത് വലുതാക്കിയത് ഞങ്ങളാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം. ഇവളെ പോലെ ഉള്ള ഒരുത്തിക്ക് വേണ്ടി നീ ഞങ്ങളെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ. ഭൈരവ് ഒരു താക്കീതെന്ന പോലെ പറഞ്ഞു നിർത്തി. വളർത്തി വലുതാക്കി, ശരിയാണ്. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇവൾ ആരാണ് എൻ്റെ എന്ന് ചോദിച്ചില്ലേ? അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പോൾ തന്നെ തരാം. അതും പറഞ്ഞ് മുൻപോട്ട് നടന്ന് തൻ്റെ മമ്മയുടെ കയ്യിൽ നിന്നും ദേവുവിൻ്റെ കൈ അടർത്തി മാറ്റി അവളുമായി അവൻ മുൻപോട്ട് നടന്നു. ഒരു ശില പോലെ അവന് പിന്നാലെ ദേവു നടന്നു. താൻ കാരണമാണ് അവരുമായി ഇവൻ വഴക്കിടുന്നു എന്നോർക്കെ അവൾക്ക് ഇങ്ങനെ ഒരു ജന്മം ഭൂമിയിൽ തരേണ്ടിയിരുന്നില്ല എന്നുവരെ ദൈവങ്ങളോട് പറയേണ്ടി വന്നു. എന്തൊക്കെയോ അവരോട് പറയണമെന്നുണ്ടെങ്കിലും ദേവുവിന് അതിന് കഴിഞ്ഞില്ല. എല്ലാവരും ഒരു അമ്പരപ്പോടെ അവർ പോയ വഴിയെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെയും കൊണ്ട് പോയത് പൂജാമുറിയിലേക്കായിരുന്നു. തൻ്റെ കയ്യിൽ കരുതിയ മുൻപ് അവളിൽ നിന്നും അവനായിട്ട് തന്നെ അഴിച്ചെടുത്ത താലി അവൻ അവൾക്ക് മുൻപിലേക്ക് ഉയർത്തിക്കാട്ടി. അതിലേക്കും അവൻ്റെ മുഖത്തേക്കും ഞെട്ടലോടെ അവൾ മാറി മാറി നോക്കി. ഇത് നീ വിചാരിക്കുന്നത് പോലെ അവരുടെ മുൻപിൽ ജയിക്കാനല്ല, അന്നത്തെ പോലെ വാശിപ്പുറത്തുമല്ല. ഐ കാൺ ലോസ് യു ദേവു, ഐ ഫീൽ ഐ ആം ഇൻ ലവ് വിത്ത് യു. ഒരു മനോഹരമായ പുഞ്ചിരിയോടെ തൻ്റെ മുഖത്ത് നോക്കി പറയുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി. പക്ഷേ ഞാൻ എന്തോ പറയാനായി തുടങ്ങിയ അവളെ അവൻ വാക്കുകൾ കൊണ്ട് തടഞ്ഞു. ഐ നോ, നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ നിന്നെ നേടാൻ എൻ്റെ മുൻപിൽ വേറെ മാർഗമില്ല. ഇല്ലെങ്കിൽ നീ ഒരു പക്ഷേ എന്നേക്കുമായി എന്നിൽ നിന്നും മാഞ്ഞു പോയേക്കാം. നിന്റെ സമ്മതമില്ലാതെയാണ് ഞാനിത് ചെയ്യുന്നത്. പ്ലീസ് ഫോർഗീവ് മീ. അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. ഇരു കണ്ണുകളും അടച്ച് അവൾ അതിനെ സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവനത് കെട്ടുമ്പോൾ അവളുടെ മനസ്സിൽ കൊട്ടും കുരവയും മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഒരു അവകാശത്തിനും ഞാൻ വരില്ല ദേവു. നിനക്കെന്നെ സ്വീകരിക്കാൻ എത്ര സമയം വേണമെങ്കിലും എടുക്കാം. അത് പറഞ്ഞുകൊണ്ട് താലത്തിലിരുന്ന സിന്ദൂരം അവൻ അവളുടെ സീമന്തരേഖയിൽ ചാർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കൈയും പിടിച്ചവൻ പുറത്തേക്ക് വന്നു. ഇതാണ് അതിനുള്ള ഉത്തരം. ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്, മിസ്സിസ് ആഹിർ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മിസ്റ്റർ ഭൈരവ് രാഘവ്? ഭൈരവിന് തൊട്ടിന് മുൻപിൽ വന്നു നിന്നുകൊണ്ട് അവനത് ചോദിച്ചു. അവൻ്റെ ഈ നീക്കത്തിൽ എല്ലാവരും ഒന്ന് അമ്പരന്നു. ആഹി, നീ എന്തേ കാണിച്ചതെന്ന് നിനക്കറിയുമോ? അറിയാം. ബിസിനസ് ഡീലിന് കരുതി വെച്ചിരുന്ന എൻ്റെ ലൈഫ് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് അവൻ അതേ സ്വരത്തിൽ തിരിച്ചടിച്ചു. അവിടെയുള്ളവർക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. സിദ്ധുവിനൊഴികെ ബാക്കിയാർക്കും സാജൻ ഇവരെക്കുറിച്ച് പറഞ്ഞ സത്യങ്ങൾ അറിയില്ലായിരുന്നു. പറയാൻ ആഹിക്ക് ടൈം കിട്ടിയില്ല.
ഓ, അപ്പോൾ നീ എല്ലാം അറിഞ്ഞു അല്ലേ? ഭൈരവ് മുരണ്ടു. എല്ലാം എത്ര നാൾ ഒളിച്ചു വെക്കാൻ പറ്റും ഭൈരവ് സാർ? പുച്ഛമായിരുന്നു അവൻ്റെ വാക്കുകളിൽ. ആഹിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു മറുപടി ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാം നീ അറിഞ്ഞു, അപ്പോൾ ഇനി ഞങ്ങൾക്കിവിടെ റോളില്ല. ഭൈരവ് വീണ്ടും. ആദ്യം മുതൽ അവസാനം വരെ എല്ലാം എനിക്കറിയാം. ഓക്കെ, നിനക്കൊരു ഫേവർ. ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ വരിക, അതും ഇവളെ ഇവിടെ ഉപേക്ഷിച്ച്. രണ്ടാമത് ഇവളുടെ കൂടെ പോകുക, ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം തിരിച്ചേൽപ്പിച്ച്. വാട്ട്സ് യുവർ ഡിസിഷൻ? രണ്ട് കൈയോ മാറിൽ പിണച്ച് ഭൈരവ് ചോദിച്ചു. ഇതിനോടകം തന്നെ എല്ലാവർക്കും എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ആഹിയുടെ മറുപടി എന്താണെന്നറിയാൻ എല്ലാവരും കാതുകൂർപ്പിച്ചു. ആഹി ദേവുവിൻ്റെ കൈയും പിടിച്ച് ഭൈരവിനടുത്തേക്ക് വന്നു. വല്ലാത്തൊരു ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. ആഹിയുടെ മുഖത്ത് നിറഞ്ഞ പുച്ഛവും. അർഹതയില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വത്തുകളിൽ അവകാശമുള്ള ഒരാളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിർത്തിയാൽ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും മിസ്റ്റർ ഭൈരവ് ആൻഡ് മിസ്സസ് ഭൈരവ്? വളരെ സൗമ്യമായിരുന്നുവെങ്കിലും ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു അവനത് ചോദിച്ചത്. അത് കേട്ടതും ഇരുവരും ഞെട്ടി ദേവുവിനെ നോക്കി. അവൾക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഓ, അപ്പോൾ അതും അറിഞ്ഞു അല്ലേ? ഭൈരവിൻ്റെ സ്വരം മാറി. അപ്പോൾ എങ്ങനെ ദത്തുപുത്രൻ മരുമോളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമല്ലേ? ഒരു പുച്ഛച്ചിരിയോടെ അയാൾ ആഹിയോടായി ചോദിച്ചു. ഞങ്ങൾ ഇറങ്ങിയേക്കാം, പക്ഷേ വൈകാതെ ഇവിടേക്ക് തന്നെ ഒരു മടങ്ങിവരവ് ഉണ്ടാവും. അതുവരെ ഈ സമ്പത്തിന്റെ ഗർവി രണ്ടാളും സുഖിച്ചോളൂ. വാടാ. ആഹി അതും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ നേർക്ക് തിരിഞ്ഞു. ഇവിടുന്ന് ആർക്കേലും എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ വേഗം വേണം. അവനത് പറഞ്ഞ് 4 പേരും റൂമിലേക്ക് പോയി. ദേവുവിനെ കൂട്ടി ആഹിയും അവരുടെ സാധനങ്ങളും എടുത്ത് 5 മിനിറ്റിനുള്ളിൽ പുറത്തേക്കിറങ്ങി. മോൻ എന്നവിടെ നിന്നേ. അമ്മയാണ്. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ അവിടെ തന്നെ നിന്നു. ഇത്രയും ഡയലോഗൊക്കെ അടിച്ചിട്ട് പോകുവല്ലേ? ഒരു കാര്യം കൂടി കേട്ടോ. നീ എന്നല്ല, നിന്റെ ചത്തുപോയ തന്തയും തള്ളയും വിചാരിച്ചാൽ പോലും ഞങ്ങളെ ഇവിടെ നിന്നും ഇറക്കിവിടാൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും നിനക്ക് പറ്റില്ല. അത് ഓർത്തു വെച്ചോ. ആഹിക്ക് വിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൻ ദേവുവിൻ്റെ കയ്യിലെ പിടിവിട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ദേവു അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ വേണ്ട എന്ന ഭാവത്തിൽ തലചരിച്ചു. അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ മുൻപോട്ട് നടക്കാതെ അവിടെ തന്നെ നിന്നു. എങ്കിൽ ഇതൂടി കേട്ടോ. ഈ കണ്ട സ്വത്തുക്കളൊക്കെ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ ദേവികയുടെ ആണെങ്കിൽ അവളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് എൻ്റെ ജീവൻ കളഞ്ഞായാലും ഞാൻ അതവൾക്ക് നേടിയെടുത്തിരിക്കും. അതു പറഞ്ഞു ശരവേഗത്തിൽ അവൻ അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ദേവുവിന് ഇതുകൂടി കേട്ടപ്പോൾ ചെവി കൊട്ടിയടക്കുന്നത് പോലെ തോന്നി. ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. സിദ്ധു ഒഴികെ ബാക്കി 3 പേരും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അവൻ താൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാർ എടുക്കാതെ അവൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും എടുത്ത കാർ പോർച്ചിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കാറിനടുത്തേക്ക് നടന്നു. ഏട്ടാ, ഇനി അവൻ പറഞ്ഞതുപോലെ വല്ലോ? അവർ പോകുന്ന നോക്കി ആഹിയുടെ അമ്മ പറഞ്ഞു. ഇല്ലടി, അത്രയ്ക്കൊന്നും അവൻ വളർന്നിട്ടില്ല. തെണ്ടി കുത്തുപാള എടുക്കുമ്പോൾ ആ പെണ്ണിനെ കൊണ്ട് വിറ്റിട്ട് അവൻ ഇങ്ങോട്ട് തന്നെ വരും, നമ്മുടെ കാൽ ചുവട്ടിൽ. എന്നാലും അവൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അവൻ്റെ തന്തയും തള്ളയും കൊന്നത് നമ്മളാണെന്ന് കൂടെ അറിഞ്ഞ ഒന്ന് സൂക്ഷിക്കണം നമ്മൾ. എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ അയാളൊന്ന് അമർത്തി മൂളി. ആഹിയും ദേവുവും അവൻ്റെ കാറിലും ബാക്കി 4 പേരും അവരവരുടെ വണ്ടികളിലുമായി കയറി. ആഹിയുടെ വണ്ടിയായിരുന്നു ഏറ്റവും മുൻപിൽ. കുറച്ചു നേരം മുൻപോട്ട് പോയി ബീച്ച് സൈഡിലായി അവൻ വണ്ടി ഒതുക്കി. പുറകെ മറ്റുള്ളവരും. ആഹി കാറിൽ നിന്നിറങ്ങി ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ദേവുവിനെ നോക്കി. അവളിപ്പോഴും ഈ ലോകത്തെങ്ങുമല്ല എന്ന രീതിയിലിരുന്ന് ഇരിപ്പ്. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഡാ ആഹി, നീ ഇതൊന്നും എന്താടാ ഞങ്ങളോട് പറയാഞ്ഞത്? അബിയാണ്. എടി, അതിനുള്ള സാഹചര്യം ഒത്തുവരണ്ടേ? എല്ലാം പറയാൻ വന്നപ്പോഴല്ലേ അവർ കയറി വന്നത്? സിദ്ധു ഇടക്ക് കയറി പറഞ്ഞു. എന്നാലും എനിക്കൊന്നും വിശ്വാസം വരുന്നില്ല. റോസിയാണ് പറഞ്ഞത്. ഡാ, ഇനി എന്താ പ്ലാൻ? എവിടെ സ്റ്റേ ചെയ്യും? അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. ഡാ, നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് വിട്ടോ. ഞാൻ ഇവളെയും കൊണ്ട് തറവാട്ടിലാക്കിയിട്ട് എൻ്റെ ഫ്ലാറ്റിലുണ്ടാവും. നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. അവനൊരു പഫ് എടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ എങ്ങോട്ടും പോകില്ല. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ ആദ്യം, എന്നിട്ട് പൊക്കോളാം ഞാൻ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. ദേവുവാണ്. നിന്റെ ആവശ്യം എവിടില്ല ദേവു. മാത്രമല്ല, നീ സേഫായിരിക്കില്ല എൻ്റെ കൂടെ. കുഴപ്പമില്ല, ഞാൻ എങ്ങോട്ടും പോകില്ല. എന്നെ കൂടെ കൊണ്ടുപോയാൽ മതി. ദേവു ഷാട്ടും പിടിച്ചു പറഞ്ഞു. ഡാ, അവൾ നിന്റെ കൂടെ നിൽക്കട്ടെ, നിനക്കൊരു ഹെൽപ്പാവൂലോ. സിദ്ധുവാണ്. കേറ്. ദേവുവിനെ നോക്കി ഡോറ് തുറന്നുകൊണ്ട് ആഹി പറഞ്ഞു. യാത്ര പറഞ്ഞു പിരിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. ഇനി വരാനിരിക്കുന്നത് നല്ലതോ ചീത്തയോ എന്നറിയാതെ. നീ എന്ത് ധൈര്യത്തിലാ എൻ്റെ കൂടെ നിന്നോളാമെന്ന് പറഞ്ഞത്? കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അവളോടായി അവൻ ചോദിച്ചു.
ഇയാൾ എന്ത് ധൈര്യത്തിലാണോ എൻ്റെ കഴുത്തിൽ ഇത് കെട്ടിയത്, അതേ ധൈര്യത്തിൽ തന്നെയാ അവൻ കെട്ടിയ താലി ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല ദേവു, നീ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് സേഫ് ആയിരിക്കില്ല. ആകെ താളം തെറ്റി നിൽക്കുവാ ഞാൻ. ഇനി ആദ്യം മുതൽക്കേ ഒന്ന് തുടങ്ങണം. അവൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. ഞാൻ ഈ ലോകത്ത് ഏറ്റവും സേഫ് നിങ്ങളുടെ കൂടെയായിരിക്കും. പിന്നെ എല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ, അതിന് ഞാനും കൂടാം. ദേവു ഒരു ചിരിയോടെ അത് പറയുമ്പോൾ അവൻ അവളുടെ ചിരി കണ്ട് മതിമറന്ന് അവളെ തന്നെ നോക്കി നിന്നു. ആദ്യമായാണ് അവൾ തന്നോട് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് അവൻ ഓർത്തു. ഇനിയെന്നും എനിക്ക് നിന്റെ മുഖത്തെ ഈ പുഞ്ചിരി കാണണം ദേവു. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, അവൻ മനസ്സിലായി പറഞ്ഞു. എനിക്കൊരു കാര്യം. ദേവു പറയാനൊരുങ്ങിയതും ആഹി ഇടക്ക് കയറി. എനിക്കറിയാം അവിടെ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നല്ലേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ദേവു അവനെ നോക്കി പറഞ്ഞു. കേട്ടതൊക്കെ സത്യം മാത്രമാണ്. വളരെ വൈകി എന്നെ തേടി വന്ന സത്യങ്ങൾ. അപ്പോൾ നിങ്ങൾ അവരുടെ മകനല്ലേ? അല്ല. പിന്നെ ദേവു ഒന്നും ചോദിച്ചില്ല. സമയമാകുമ്പോൾ എല്ലാം അവൻ തന്നെ പറയുമെന്നൊരു തോന്നൽ അവളുടെ മനസ്സിലുണ്ടായി. നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാ പോകുന്നേ? ഒത്തിരി ദൂരെ ആയല്ലോ. എനിക്കൊരു ഫ്ലാറ്റുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാ. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അല്ല, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പേടിയൊന്നുമില്ലേ? ഇല്ല. ദൃഢമായി പറയുന്നവളെ കാണെ അവന് അതിശയം തോന്നി. മുത്തശ്ശിയോ മറ്റോ അന്വേഷിക്കില്ലേ നിന്നെ? ഞാൻ അഭിയേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിവരം അറിയിക്കാൻ. ഞാൻ അന്നേരം അങ്ങനെ ചെയ്തതിൽ നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എങ്ങനെ ചെയ്തതിൽ? ദേവു കുസൃതിയോടെ ചോദിച്ചു. താലി കെട്ടിയതിൽ ഉണ്ടെങ്കിൽ? ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ആരോടൊരു ദേഷ്യവുമില്ല. പിന്നെ കുറച്ചു നേരത്തെ യാത്രയ്ക്കു ശേഷം അവരൊരു വലിയ ഫ്ലാറ്റിൻ്റെ മുൻപിലെത്തി. വാ, ഇറങ്ങ്, അവൻ അവളോടായി പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ അവളും. ഇവിടെ സാധനങ്ങളൊന്നുമില്ലേ? അപ്പടി പൊടിയും. കിച്ചണിലൊക്കെ കറങ്ങിയ ശേഷം ദേവു അവനോടായി പറഞ്ഞു. തൽക്കാലം ഫുഡ് പുറത്തുനിന്ന് മേടിക്കാം. സാവകാശം ഇവിടെയൊക്കെ വൃത്തിയാക്കാം. ഞാനും കൂടെ കൂടാം. ഇപ്പോൾ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ വേണേൽ പോയി റെസ്റ്റ് എടുത്തോ. ദാ ആ മുറി യൂസ് ചെയ്തോ. ലാപ്പിൽ നിന്നും കണ്ണുയർത്താതെ തന്നെ അവനൊരു സൈഡിലേക്ക് വിരൽ ചൂണ്ടി. അവൾ പതിയെ അങ്ങോട്ടേക്ക് നടന്നു. അവൾ ഏറെ അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ ഈ മാറ്റം തന്നെയായിരുന്നു. എയർ പിടിച്ചു നടന്ന ആളാ ഇപ്പൊ പെരുമാറുന്നത് കണ്ട ദേവു ഓർത്തു. അവൾ പതിയെ അവിടെ റൂമിലുള്ള വലിയൊരു കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു. കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭൂതി നൽകുന്നുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ദേവു മറ്റാരോ ആയ പോലെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്തോ ഒരു നോവ് അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സമ്മതത്തോടെ അല്ലെങ്കിലും ഇന്ന് താൻ അവൻ്റെ ഭാര്യയാണ്. ഏത് സുഖത്തിലും ദുഃഖത്തിലും അവൻ്റെ ഒപ്പം നിൽക്കേണ്ടവൾ. അതാണ് താനും ചെയ്തത്. ഒറ്റയ്ക്ക് വിടാൻ മനസ്സ് വന്നില്ല. അതാണ് രണ്ടും കൽപ്പിച്ച് അവൻ്റെ കൂടെ തന്നെ പോന്നത്. ഈ ചെയ്യുന്നത് ശരിയോ തെറ്റെന്നറിയില്ല. എന്നാലും ഇന്ന് തൻ്റെ ജീവിതത്തിൽ അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലിയൊരു സ്ഥാനമുണ്ട്. ദേവു, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓരോന്നോർത്തു നിൽക്കെ പുറത്തുനിന്നും അവൻ്റെ സ്വരം കേട്ടു. അവൾ ഓടിയെത്തുന്നതിന് മുൻപേ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. അവൾക്ക് ചെറുതായി വിഷമം തോന്നി. കണ്ണുകൾ നിറഞ്ഞു. അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവൾ ഡോറടച്ചു. വിളിക്കാൻ തൻ്റെ കയ്യിൽ ഫോണുമില്ലല്ലോ എന്ന ചിന്ത അവളെ കൂടുതൽ വിഷമത്തിലാക്കി.